തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും ജനപ്രിയവും ആകർഷകവുമായിരിക്കും. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രഖ്യാപിച്ച എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന വാഗ്ദാനം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം ഒരു ക്ഷേമ പദ്ധതി എന്നതിലുപരി ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള ഒരു നിഗൂഢ നീക്കമാണെന്ന ആരോപണവും ശക്തമാണ്. UDFന്റെ ഈ വാഗ്ദാനം നടപ്പിലാക്കിയാൽ സംസ്ഥാനം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ സാമ്പത്തിക ഭാരമാണ്. സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ പദ്ധതി നടപ്പിലാക്കാൻ പ്രതിവർഷം 18,000 കോടി രൂപ മുതൽ 24,000 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരും. ഉയർന്ന ആശുപത്രി പ്രവേശന നിരക്ക്. കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾക്കിടയിലും രാജ്യത്ത് ആശുപത്രി ചികിത്സ തേടുന്നവരുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. 1000 പേരിൽ 105 പേർ ആശുപത്രി സേവനം തേടുമെന്നാണ് കണക്കുകൾ. ഇത് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഉള്ള മേഖലയാണ്.